ഇന്നത്തെ കാലത്തുള്ള പ്രണയങ്ങൾ കാണുമ്പോൾ വല്ലാത്ത ഭയമാണ് തോന്നുന്നത്. നമ്മുടെ സമൂഹം എങ്ങോട്ട്, നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താവും എന്നൊക്കെ വല്ലാണ്ട് ചിന്തിക്കേണ്ട ഒരവസ്ഥയാണ്. പ്രണയം എന്ന് പറയുന്നത് പണ്ടത്തെ പോലൊന്നുമല്ല. പണ്ടത്തെ പ്രണയങ്ങളൊക്കെ എന്താ പറയുക, ഒരു ഐ ലവ് യു പറയുക, പരസ്പരം കത്ത് കൊടുക്കുക, കുറച്ച് നേരം കണ്ണുകൊണ്ട് നോക്കിയിരിക്കുക, അല്ലേ? സംസാരിക്കാനുള്ളതായിരുന്നു പണ്ടൊക്കെയുള്ളൊരു പ്രണയം എന്ന് പറയുന്നത്. എനിക്കങ്ങനെയാണ് തോന്നുന്നത്, അല്ലേ? നമുക്കൊന്ന് സംസാരിക്കാനൊരു ആളെ കിട്ടുക, അതാണ് പണ്ടത്തെ പ്രണയം, അല്ലേ? പക്ഷെ ഇന്നത്തെ കാലത്തെ പ്രണയം എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, വിവാഹം കഴിച്ചതിനേക്കാളും സ്വാതന്ത്ര്യമാണ് പ്രണയിച്ച് തുടങ്ങിയാൽ. വിവാഹം കഴിച്ചാൽ ഒരാണും പെണ്ണിന് കിട്ടുന്ന എല്ലാ ഇതും ഇന്ന് പ്രണയിച്ചാലുണ്ട് എന്നൊരു രീതിയിലാണ് പ്രണയം പോകുന്നത്. പിന്നെ അവനാണ് ലോകം, അവൻ എന്ത് പറഞ്ഞാലും ഓക്കെ, അവൻ ദേഷ്യപ്പെട്ടാലും ഓക്കെ, അവൻ തല്ലിയാലും ഓക്കെ, അതൊന്നും പ്രശ്നമല്ല എന്നൊക്കെ രീതിയിൽ പ്രണയങ്ങൾ പോയി കഴിഞ്ഞു. പിന്നെ ഇന്നത്തെ കാലത്ത് പ്രണയത്തിൻ്റെ മറ്റൊരു ഇതെന്ന് പറയുന്നത്, പ്രണയമാണ് ശരിയെന്ന് തോന്നുന്നൊരവസ്ഥയിലേക്ക് ജീവിതം മാറുക, അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുക എന്നൊക്കെയാണ്. അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നത് മാതാപിതാക്കളോടാണെങ്കിലും ആരോടാണെങ്കിലും ഒരു ഭയമില്ലാതിരിക്കുക എന്നൊക്കെ. പണ്ടൊക്കെ പ്രണയിക്കുന്ന വ്യക്തിയോട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സംസാരിച്ചിരിക്കുന്നത് ആരെങ്കിലും ഒന്ന് കണ്ടാൽ പോലും ഭയപ്പെട്ടിരുന്ന ഒരു കാലത്താണ് പണ്ടൊക്കെ ഉണ്ടായിരുന്നത്. ഇന്ന് തൻ്റെ ഇടം, അതിന് നമ്മൾ തൻ്റെ ഇടം, ധൈര്യം ഒക്കെ, ചങ്കൂറ്റെന്നൊക്കെ മാസ് ഡയലോഗൊക്കെ പറയാം, അല്ലേ? ഒരു പ്രോബ്ലവും ഇല്ല, ആരോട് വേണമെങ്കിലും ഫൈറ്റ് ചെയ്യാം, ധൈര്യമാണ്, തൻ്റെ ഇടമാണ്, എൻ്റെ പെണ്ണാണ്, തൊടാൻ പറ്റില്ല എന്നൊക്കെ പറയാം. ഈ പയ്യൻ്റെ കാര്യം തന്നെ, ഇവൻ വീട്ടിൽ പോയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വാർത്തകൾ പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു 16 വയസ്സുള്ളൊരു ചെറുക്കൻ, എത്ര ധൈര്യം ഉണ്ടായിരിക്കും, അല്ലേ? ഒന്നാമത് അത്രയും ധൈര്യം കാരണം അവന് ഉപയോഗിച്ച മയക്കുമരുന്നിൻ്റെ എഫക്റ്റാണ്. മയക്കുമരുന്ന് ഉപയോഗിച്ച പിന്നെ എല്ലാത്തിനും അങ്ങ് ധൈര്യം വരും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്. പക്ഷെ നമുക്ക് നമ്മുടെ മക്കളെക്കുറിച്ചല്ലേ ചിന്തിക്കാൻ പറ്റുള്ളൂ. നമുക്കിത് എന്താ പറയുക, സമൂഹത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ എനിക്ക് ചുറ്റും നടക്കുന്നതിനെ കുറിച്ചല്ല. നമ്മൾ ഏതൊരു കാര്യം വരുമ്പോഴും ഇത് അവരുടെ ജീവിതത്തിൽ നടക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനിക്കാം. നമുക്കിങ്ങനെ വാർത്തകൾ കാണാം, ചിലപ്പോൾ കേൾക്കുമ്പോൾ ഒരു ഷോക്ക്, അല്ലെങ്കിൽ ഒരു വേദന, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് വേദനിപ്പിക്കുന്ന വാർത്തകൾ, അല്ലെങ്കിൽ ഒരു തുള്ളി കണ്ണുനീര്, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് അവസാനിക്കും, അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടാവില്ല. കാരണം അത് മറ്റൊരാളുടെ ജീവിതത്തിൽ നടക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുമ്പോഴേ നമുക്കിതിൻ്റെ ഒരു ആഘാതം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ കാര്യത്തിൽ വല്ലാത്തൊരു സങ്കടമാണ് തോന്നുന്നത്. ഇപ്പോൾ നമ്മുടെയൊക്കെ കൺട്രോളിലല്ലാത്ത രീതിയിലാണ് നമ്മുടെ മക്കൾ വളരുന്നത്. അവർക്കെല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാ ശരികളും ഉണ്ട്, ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊക്കെ അവസ്ഥയിലാണ് ജീവിക്കുന്നത്. ഭയമാണ് ഇങ്ങനെയുള്ള വാർത്തകളോട്. സത്യം പറഞ്ഞാലും ഇനിയിപ്പോൾ മക്കളെ നമ്മൾ നല്ല രീതിയിൽ വളർത്തിയാലോ, നമ്മൾ അത്രയും ശ്രദ്ധിച്ച് മക്കളും നല്ല രീതിയിൽ വളർന്നാലോ, അപ്പോഴും പേടിക്കേണ്ട ഒരവസ്ഥയാണ്. കാരണം ഇതുപോലുള്ള ആൾക്കാരുണ്ടാവും അപ്പോഴും, അവരെ വല വീശി പിടിക്കാൻ കാത്തിരിക്കുന്നവർ, മയക്കുമരുന്നും അടിച്ച് എന്താ പറയുക, എന്തൊക്കെ വഴികൾ ഉപയോഗിക്കാവോ ആ വഴികളൊക്കെ എന്താ പറയുക കണ്ടുപിടിച്ച് അവരെ വശീകരിച്ച് വീഴ്ത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ പാരൻറ്റിങ്ങിൻ്റെ കുറവാണെന്ന് പറയുന്നവരോടൊന്നും ഞാൻ, ഇതുപോലുള്ള വാർത്തകൾ വരുമ്പോൾ പാരൻസിനെ പറയുന്നവരോടൊന്നും ഒരിക്കലും യോജിക്കില്ല. ഓക്കെ, കാരണം ചിലതൊക്കെ അങ്ങനെയാണ്, നമുക്ക് യോജിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം, മക്കളോട് നല്ലത് പറഞ്ഞു കൊടുക്കാം എന്നല്ലാതെ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ സ്കൂളുകളിൽ കുറച്ചുകൂടി കുട്ടികൾക്കൊരു എന്താ പറയുക, കുറച്ചുകൂടി മെച്യൂർഡായിട്ടുള്ള ക്ലാസ്സുകൾ നൽകിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആവുമായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ അതുകൊണ്ട് കാര്യമുണ്ടാവുമോ എന്നറിയില്ല. കാരണം ഇന്നത്തെ മക്കൾ ടീച്ചേഴ്സിനെ ഭയമില്ല, ആരെയും ഭയമില്ല, എല്ലാം സ്വന്തം ഇഷ്ടം, സ്വന്തം തീരുമാനം. അല്ല, ഒരു കണക്കിന് നോക്കിയാൽ അതിനോട് യോജിക്കുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെ വേണം, എല്ലാവർക്കും അവരുടേതായ തീരുമാനങ്ങൾ വേണം. പക്ഷേ ഈ ഒരു തരത്തിൽ, അതായത് ഒന്നിനെയും ഭയമില്ലാത്തൊരവസ്ഥയിൽ, ഒന്നിനെയും കൂസാത്ത അവസ്ഥയിൽ ചെറിയ പ്രായത്തിൽ തന്നെ വരുന്നത് കാണുമ്പോൾ ഭയക്കേണ്ട ഒരവസ്ഥയാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു
നമ്മുടെ ഈ ഒരു ഏജ് എത്തിയിട്ടും നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് തുടങ്ങിയിട്ട് അതിന് പാരൻസോ അല്ലെങ്കിൽ മറ്റുള്ളവരോ എതിർത്താൽ ഒരിക്കൽ കൂടി പറഞ്ഞു നോക്കും. അതും വളരെ വളരെ എന്താ പറയുക, വളരെ ക്ഷമയോടെ പറഞ്ഞുള്ളൂ. ഇനി വീണ്ടും എതിർപ്പാണെങ്കിൽ നമ്മളവിടെ വായ പൂട്ടി, അതിനപ്പുറത്തേക്ക് പറയാൻ നമുക്ക് ധൈര്യം വരില്ല. ഇപ്പോൾ ഇത്രയും വയസ്സായിട്ട് പോലും നമ്മുടെ പാരൻസിൻ്റെ മുന്നിൽ അധികം ഒന്ന് സംസാരിക്കാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാവില്ല. പാരൻസ് എത്ര സോഫ്റ്റ് ആണെങ്കിലും, പാരൻസ് നമ്മളോട് എത്ര സ്നേഹത്തിൽ പറഞ്ഞിട്ടാണെങ്കിലും, ഒരു ലിമിറ്റിൽ കഴിഞ്ഞൊരു ശബ്ദം ഉയർത്തി പാരൻസിനോട് സംസാരിക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് വരില്ല. പക്ഷേ ഇന്നത്തെ കാലത്തെ മക്കളുടെ കഥ അങ്ങനെയല്ല അല്ലേ. അത് ആ മാറിപ്പോയ ഒരു ജീവിതം കൊണ്ട് കിട്ടിയതായിരിക്കും എന്ന് തോന്നുന്നു. പക്ഷേ പഴയ പോലെ ആക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സാധിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. ഇപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ വാർത്തയെക്കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. റീച്ചിന് വേണ്ടി, സ്വന്തം റീച്ചിന് വേണ്ടിയിട്ട് ഒരാളെ വ്യക്തിഹത്യ ചെയ്യുക, അതും ഏറ്റവും മോശമായ ഒരു തരത്തിൽ. എത്രത്തോളം മോശം എന്ന് പറഞ്ഞാൽ അത്രത്തോളം മോശമായിട്ട് ഒരാളെ ചിത്രീകരിക്കുക തൻ്റെ റീച്ചിന് വേണ്ടിയിട്ട്. എന്താ പറയണ്ടേ. നമ്മുടെ മക്കളോട് നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു കാര്യമാണിത്. ദയവ് ചെയ്ത് ജീവിതത്തിൽ ഒരിക്കലും ഒരു കാരണവശാലും മക്കളെ നിങ്ങളുടെ സ്വന്തം ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം നേട്ടത്തിന് വേണ്ടി മറ്റൊരാളെ ബലിയാടാക്കരുത്. ഒരിക്കലും ഒരു കാരണവശാലും. അത് ആ ഒരു നേട്ടം നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നത് എത്ര വലിയ കാര്യമായിക്കോട്ടെ, പക്ഷെ അതിന് മറ്റൊരാളുടെ ജീവിതം വെച്ച് കളിക്കരുത്, അല്ലെങ്കിൽ മറ്റൊരാളെ ബലിയാടാക്കരുത്, അല്ലെങ്കിൽ മറ്റൊരാളെ ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ചെയ്ത് കിട്ടുന്ന നേട്ടം അതെന്ത് തന്നെ ആയാലും വേണ്ട എന്ന് തീരുമാനിക്കാൻ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഈ 2 വാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണിത്. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റണം അല്ലേ. ഈ ലോകത്ത് എല്ലാവരുടെ ആവശ്യവും വളരുക എന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. കാരണം ഇന്ന് എന്തും കണ്ടൻ്റാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണല്ലോ, എന്ത് കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് എന്താ പറയുക, അത് മറ്റൊരാളുടെ ജീവിതം വെച്ചാക്കാതിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമാണ്. നഷ്ടപ്പെട്ടു പോയപ്പോൾ ഈ പറഞ്ഞ വ്യക്തിക്കൊന്നും പോയില്ല, അവർക്ക് പോയത് അവരുടെ ജീവനാണ്. ആ ജീവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത് നമ്മളാണ് എന്നൊരു ബോധവും ഇല്ലാതെ ആ കുട്ടി സംസാരിക്കുന്ന കാണുമ്പോൾ എടുത്തൊരു ന്യൂസ് ഇൻ്റർവ്യൂവിൽ കണ്ടു ആ കുട്ടി അതിനെ ന്യായീകരിക്കുന്നത്. അതായത് അയാൾ മരിച്ചെന്ന് അറിഞ്ഞിട്ട് പോലും തൻ്റെ റീച്ചിന് വേണ്ടി താൻ ചെയ്തൊരു കാരണം കൊണ്ട് ഒരു വ്യക്തി മരണപ്പെട്ടു എന്നറിഞ്ഞിട്ട് പോലും അത് ആ കുട്ടിയെ ബാധിച്ചിട്ടേ ഇല്ല എന്ന രീതിയിലാണ് ആ കുട്ടിയുടെ വോയിസ് കേട്ടത് ആ ന്യൂസിൽ. അതിനെ ന്യായീകരിക്കുന്നതായിട്ട് കണ്ടത്. അതായത് എത്ര സിമ്പിളായ ഒരു കാര്യമാണല്ലേ. 2 വാർത്തകളിലും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം. തന്നെ പ്രണയിച്ച് ഒരുത്തിയെ കൊല്ലുന്നു, എന്നിട്ട് അവളുടെ മരണത്തിന് ശേഷവും ഒരു ഇതുമില്ലാതെ ആ കാമുകൻ അവിടെ നിൽക്കുന്നു. ഇവിടെ താൻ തൻ്റെ റീച്ചിന് വേണ്ടി ഒരാളെ ഉപയോഗിച്ചിട്ട് അയാൾ അപമാനം കാരണം മരിച്ചിട്ട് വീണ്ടും അതിനെ ന്യായീകരിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ 2 ജീവിതങ്ങളാണ്. അതിനൊരു വിലയുമില്ല. തെറ്റ് ചെയ്തവന് അതിൻ്റെ ഒരു കുറ്റബോധവും ഇല്ല. കാലം എത്രത്തോളം മോശമായിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് സ്വയം ചിന്തിക്കാൻ ഇതുപോലുള്ള വാർത്തകൾ വരുമ്പോൾ തോന്നും. അത് നമുക്ക് ചിന്തിക്കാൻ മാത്രമാണ് കേട്ടോ. കാരണം ഒരിക്കൽ വാർത്ത വരുമ്പോൾ ആ ഒരു സങ്കടം വരും. എന്തിനപ്പുറത്തേക്ക് അതിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മളങ്ങനെയാണല്ലോ, കുറച്ച് സമയത്തെ വാർത്ത കേട്ട് നമ്മളങ്ങ് മറന്നു പോവും. അത്രയേ ഉള്ളൂ ഇതും എന്നറിയാം. എങ്കിലും നമ്മൾ സ്വയം ഒന്ന് പറഞ്ഞു കൊടുക്കണം, ആർക്കെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണമല്ലോ. 2 കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാതിരിക്കുക. പ്രായമെത്തുന്ന പെൺകുട്ടികളോടാണേലും ആൺകുട്ടികളോടാണെങ്കിലും പറയുക, ദയവ് ചെയ്ത് പ്രണയത്തിൽ വീഴാതിരിക്കുക. ഇപ്പോൾ ആൺകുട്ടികൾ മോശമെന്നല്ല കേട്ടോ, പ്രണയത്തിൻ്റെ പേരിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന പെൺകുട്ടികളുണ്ട്. അപ്പോൾ മക്കളോട് പറയുക, ഇന്നത്തെ കാലത്തുള്ള പ്രണയം എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, ഒരു തരം ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു പൊട്ടത്തരാണ് മോളെ. അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് അതിലൊന്നും വീഴാതിരിക്കുക. അതേപോലെ മറ്റൊരു കാര്യമാണ് മോളെ, ദയവ് ചെയ്ത്
നിൻ്റെ സ്വന്തം നേട്ടത്തിന് വേണ്ടി മറ്റൊരാളെ ബലി കൊടുക്കാതിരിക്കുക. അത് നിനക്ക് തരുന്നത് എത്ര വലിയ കാര്യമാണെങ്കിൽ കൂടി മറ്റൊരാളെ ബലിയാടാക്കിയിട്ടാവരുത് ആ നേട്ടം ഉണ്ടാക്കേണ്ടത്. അതൊരു നല്ല ക്വാളിറ്റി അല്ല എന്ന് കുട്ടികൾക്ക് ചെറുപ്പത്തിലേ പറഞ്ഞ് വളർത്താൻ നമുക്ക് സാധിച്ചാൽ ഒരുപക്ഷെ ഇനിയെങ്കിലും ഇതുപോലുള്ള വാർത്തകൾ നമ്മുടെ മക്കളുടെ പേരിൽ വരാതിരിക്കാം നോക്കാം. അത്രയേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ഓക്കെ, അതവർക്ക് മനസ്സിലായാൽ അത്രമാത്രം, അതവർക്ക് മനസ്സിലായാൽ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ കുറച്ചെങ്കിലും നമുക്ക് സമാധാനിക്കാം. അല്ലാതെ സമൂഹത്തെ മാറ്റാമെന്നോ മറ്റുള്ളവരെ മാറ്റാമെന്നൊന്നുമല്ല. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്കൊന്ന് സമാധാനിക്കാം, അത്രയേ ഉള്ളൂ.